ഒരു പ്രശസ്തമായ ഒരു ഹാക്കറുടെ കഥയുണ്ട്. പറഞ്ഞു കേട്ടതാണ്. അതായത് ബാങ്കിൽ ഒരു പേര് അദ്ദേഹം അക്കൗണ്ട് തുറക്കുന്നു. അത് ഇസഡിലാണ്. എന്നിട്ടൊരു സോഫ്റ്റ്വെയറിൽ ഒരു തിരുത്തൽ വരുത്തുന്നു. മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ആ, ആ, ഡിജിറ്റിന് ശേഷമുള്ള ചില്ലറ പൈസ അത് ഈ ഏറ്റവും അവസാനത്തെ പേരുകാരൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്ന ഒരു തിരുത്തൽ. അങ്ങനെ ഒരു ഹാക്കർ കോടാനുകോടി ഡോളറുകൾ സമ്പാദിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ വളരെ പ്രാകൃതമായ ഒരു സോഫ്റ്റ്വെയർ ഹാക്കിങ്ങിലൂടെ എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ്റെ പേരെടുത്തിട്ട് അയാളെ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? നോക്കൂ, ഞാൻ 10 ബൂത്തുകൾ എടുക്കുന്നു. ആ 10 ബൂത്തിൽ 8 കോൺഗ്രസിൻ്റെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് തിരഞ്ഞൽ നടന്ന സ്ഥലമാണ്. ഈ 10 ഒന്നാം നമ്പറുകാരനാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. വേറെ ആരും കൊടുത്തിട്ടില്ല. ഇതെന്തൊരു മറിമായമാണ്! ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആർക്കും കൊടുക്കാം. പക്ഷേ എങ്ങനെയാണ് ഒന്നാം നമ്പറുകാരൻ മാത്രം വരുന്നത്? അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി, യന്ത്രബുദ്ധിയുടെ സഹായത്തോടു കൂടി അങ്ങനൊരു സോഫ്റ്റ്വെയർ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിക്കൂടെ?